കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന വിജിലൻസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ 24-ന്. കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് തുക കൈക്കൂലി വാങ്ങുന്നത് താനാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും അടക്കം കൈക്കൂലി വാങ്ങാറുണ്ടെന്നും സ്വപ്നയുടെ മൊഴി. ഒരു മാസം 3 ലക്ഷം രൂപയാണ് കൈക്കൂലി ഇനത്തിൽ മാത്രം സ്വപ്ന വാങ്ങിയിരുന്നതെന്ന് വിജിലൻസ് കണ്ടെത്തി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ വിജിലൻസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൈക്കൂലി വാങ്ങുന്ന രീതിയെക്കുറിച്ചും ആരൊക്കെ കൈക്കൂലി വാങ്ങുന്നു എന്നതിനെക്കുറിച്ചും സ്വപ്ന മൊഴി നൽകിയത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് തുക കൈക്കൂലി വാങ്ങുന്നത് താനാണെന്നാണ് സ്വപ്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ബിൽഡിംഗ് ഇൻസ്പെക്ടേഴ്സും കൈക്കൂലി വാങ്ങാറുണ്ട്. കൂട്ടമായി വാങ്ങുന്ന കൈക്കൂലി തുക വീതം വയ്ക്കാറുണ്ട് എന്നും സ്വപ്ന മൊഴി നൽകി. ഇടനിലക്കാരെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയിരുന്നതിനാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണ് കരുതിയിരുന്നത്. തൃശൂരിലെ വീട്ടിലേക്ക് പോകുന്ന തിരക്കിനിടയിൽ ആയതുകൊണ്ടാണ് നേരിട്ട് പണം വാങ്ങിയതെന്നും ഇതാണ് പിടിക്കപ്പെടാൻ ഇടയാക്കിയതെന്നും സ്വപ്ന പറഞ്ഞു. ഒരു മാസം കൈക്കൂലി ഇനത്തിൽ സ്വപ്നയ്ക്ക് 3 ലക്ഷം രൂപ വരുമാനമായി ലഭിക്കാറുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് വീടും സ്ഥലവും വാങ്ങിയതുൾപ്പെടെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ കൈക്കൂലിക്കാരുടെ പട്ടികയിൽ പുതിയ പേരുകൾ കൂടി ഉൾപ്പെടുത്താനും വിജിലൻസ് നടപടി ആരംഭിച്ചു. കൈക്കൂലിക്ക് പ്രത്യേക നിരക്കുകൾ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 24 കൊച്ചി.